ഏകാംഗ പ്രദർശനമല്ല സിനിമ. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു ചിത്രവും നന്നാകില്ല. എന്നാൽ ഒരാൾക്ക് സ്വന്തം വേഷം മോശമാക്കാം, പരാജയപ്പെടാം, പ്രതീക്ഷക്കത്തെ ഉയരാതിരിക്കാം. എന്നാൽ അപൂർവമായെങ്കിലും എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങത്തോടെ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഉയരാറുണ്ട്. അപ്പോഴാണ് മികച്ച സിനിമ ഉണ്ടാകുന്നത്. അത് അപൂർവമാണ്. അപൂർവങ്ങളിൽ അപൂർവമല്ല താനും. പ്രമേയത്തിലും അവതരണത്തിലും ദൃശ്യവിന്യാസത്തിലുമെല്ലാം അത്ഭുതപ്പെടുത്തുന്ന പുതുമകളായെത്തുന്ന മികച്ച സിനിമകൾ മാറ്റൊരുക്കുന്ന മേളയിൽ, വിദേശ സിനിമകൾ കാണാൻ വേണ്ടി മാത്രം ത്യാഗങ്ങൾ സഹിച്ച് ആയിരങ്ങൾ എത്തുന്ന മേളയിൽ ഒരു മലയാള സിനിമ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്നാൽ അത് സത്യമാണ്. 28ാം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മാത്രമല്ല, ജനുവരി 5-ന് റിലീസ് ചെയ്തപ്പോഴും ഈ സിനിമ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. കല, കച്ചവടം, ആർട്സ്, ആശയം, മുദ്രാവാക്യം ഇവയെല്ലാം മികച്ച സിനിമയ്ക്ക് മുന്നിൽ വെറും മാങ്ങത്തൊലി മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയാവുന്ന സിനിമയാണിത്. മാങ്ങത്തൊലി എന്ന് പറയുന്നത് ചിത്രത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതെ, ആട്ടം തന്നെ. ഗോവയിൽ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രോത്സവം ഈ സിനിമയിലാണ് തുടങ്ങിയതെന്ന് മറക്കേണ്ട. കേരളത്തിൻ്റെ സ്വന്തം ചലച്ചിത്രമേളയിൽ മലയാളം സിനിമ ടുഡേ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയതെന്ന് പരിമിതിയായും കാണരുത്. എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് ഇന്നലകളുടെ ഭാരമില്ലാതെ, നാളെയുടെ പ്രതീക്ഷയില്ലാതെ ഒരു സാധാരണ മനുഷ്യനായി ഈ സിനിമ കാണൂ. ആരും പ്രേരിപ്പിക്കാതെ കൈയടിക്കും എന്നുറപ്പ്. അഭിനന്ദിക്കേണ്ടത് ആര് എന്ന് ഒരു നിമിഷം സംശയിക്കും. രചനയും സംവിധാനവും നിർവഹിച്ച ആനന്ദ് ഏകർഷി, വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൺ, സരിൻ ഷിഹാബ് മുതൽ ഒരു സിനിമയിൽ പോലും ഇതുവരെ മുഖം കാണിക്കാതിരിക്കുകയും നാടകത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു കൂട്ടം കലാകാരന്മാർ. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം. ഓരോരുത്തരും പരസ്പരം മത്സരിക്കുന്നു. ഫലമോ അതിഗംഭീരമായ ഒരു സിനിമ മലയാളത്തിൽ ലഭിച്ചിരിക്കുന്നു. 139 മിനിറ്റിൽ ഒരു നിമിഷം പോലും ബോറടിച്ചില്ല. ഒട്ടേറെ തവണ പൊട്ടിച്ചിരിച്ചു, ഓർത്തോർത്ത് ചിരിച്ചു, അസ്വസ്ഥനായി. ആകാംക്ഷയും ഉദ്വേഗവും പിരിമുറുക്കവും നിറഞ്ഞ് തൊട്ടടുത്ത രംഗത്തിനു വേണ്ടി കാത്തിരുന്നു. സിനിമ തുടങ്ങി അവസാനിക്കുന്നതുവരെയുള്ള 2 മണിക്കൂറിൽ അധികം നേരം ദൈർഘ്യമുള്ള ഈ യാത്ര അവിസ്മരണീയമാക്കിയതിനെ നന്ദി, വീണ്ടും വീണ്ടും നന്ദി. അരങ്ങ് എന്ന നാടക ട്രൂപ്പാണ് സിനിമയുടെ പശ്ചാത്തലം. സിനിമയ്ക്കുള്ളിലെ സിനിമ പോലെ നാടകത്തിലെ നാടകം എന്ന് വിശേഷിപ്പിക്കാം. അരങ്ങിൻ്റെ മികച്ച അവതരണം കാണാനെത്തിയ വിദേശികൾ ആവേശഭരിതരായി. നാടകത്തിനു ശേഷം അവർ അണിയറയിൽ എത്തി ഓരോ താരത്തെയും പ്രത്യേകം അഭിനന്ദിച്ചു. കൂട്ടത്തിൽ അഞ്ജലിയെ ഒരു പടി കൂടി കടന്നും അഭിനന്ദിച്ചു. നാടക ട്രൂപ്പിലെ ഒരേയൊരു പെണ്ണാണ് അഞ്ജലി, മറ്റുള്ളവരെല്ലാം പുരുഷന്മാർ. അവരെയെല്ലാം അഞ്ജലി പിന്നിലാക്കിയെന്ന് എമിലി എന്ന വിദേശ പ്രതിനിധി പറഞ്ഞത് വെറുതെയല്ല, സത്യമാണ്. മികച്ച നാടകാനുഭവം സാധ്യമാക്കിയതിന് അവർക്ക് ഒരു സമ്മാനം കൂടി ലഭിച്ചു. ഫോർട്ട് കൊച്ചിയിലെ റിസോർട്ടിൽ ഒരു ദിവസത്തെ സൗജന്യ താമസം. എല്ലാം മറന്ന് ആടിപ്പാടി ഒരു ദിവസം എല്ലാ രീതിയിലും ആസ്വദിക്കാൻ ഒരു സമ്മാനം. സ്നേഹത്തോടെ സ്വീകരിച്ച ട്രൂപ്പ് മദ്യക്കുപ്പികൾ സഹിതം റിസോർട്ടിലേക്ക് പോകുന്നു. ആ ദിവസം എല്ലാ രീതിയിലും അവർ അവരുടേതാക്കി. എന്നാൽ അന്ന് നടന്ന ഒരു സംഭവം അരങ്ങിൻ്റെ അടിത്തറ തന്നെ തോണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതോടെയാണ് സംഘർഷം മൂർച്ഛിക്കുന്നത്. അതാകട്ടെ അനന്യമായി ആട്ടം എന്ന് ദ പ്ലേ ഓഫ് ഒപ്പിയെടുത്തിരിക്കുന്നു. പല തരക്കാരും സ്വഭാവക്കാരും വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവരുമുണ്ട് നാടക ട്രൂപ്പിൽ. ഓരോരുത്തരെയും നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ പരിചയക്കാർ തന്നെയാണവർ, അഥവാ നമ്മൾ തന്നെ. അവരുടെ ജീവിത സാഹചര്യങ്ങളും സ്വഭാവ സവിശേഷതകളും കുറഞ്ഞ സംഭാഷണങ്ങളിലൂടെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഒരു നാടക സ്റ്റേജ്, ഫോർട്ട് കൊച്ചിയിലെ റിസോർട്ട്, നാടക ട്രൂപ്പിലുള്ളവർ ഒത്തുചേരുന്ന വീട്, ഈ 3 സ്ഥലങ്ങളിൽ ഏതാണ്ട് അടച്ചിടപ്പെട്ട ഒരു മുറിക്കുള്ളിൽ എന്ന വണ്ണമാണ് മിക്ക സീനുകളും ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഈ സിനിമയ്ക്ക് പരിമിതിയാവുന്നില്ല, മറിച്ച് ഉജ്ജ്വലമാവുന്നതേയുള്ളൂ. ഏതു പരിമിതിയെയും പ്രതിഭ കൊണ്ട് അതിജീവിക്കാമെന്ന പാഠത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് ആട്ടത്തിൻ്റെ വിജയം. സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രമേയങ്ങളിലൊന്ന് സ്ത്രീയോടുള്ള പുരുഷന്മാരുടെ പെരുമാറ്റമാണ്. എന്നാൽ അതൊരു ആശയപരമായ ചർച്ച എന്ന നിലയ്ക്കല്ല അവതരിപ്പിക്കുന്നത്. പ്രമേയത്തിൻ്റെ കേന്ദ്രത്തിൽ അതുണ്ട്. കഥയിൽ അത് ഉൾച്ചേർന്നിരിക്കുന്നു. അവളെ പിന്തുണച്ചവരുണ്ട്, സംശയിച്ചവരുണ്ട്, എല്ലാം അവളുടെ തോന്നലുകൾ മാത്രമാണെന്ന് പറഞ്ഞവരുണ്ട്. പറഞ്ഞ കള്ളങ്ങളൊക്കെയും അവളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. സംശയിക്കപ്പെട്ടവരും സദാചാരവാദികളുമുണ്ട്. തെളിവ് കണ്ടെത്താൻ ശ്രമിച്ചവരും ഒന്നും ചോദിക്കാതെ വിശ്വസിച്ചവരുമുണ്ട്. എന്നാൽ അവൾ അവസാനം അത് തിരിച്ചറിയുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തരോ. ആ വാക്ക് ഉച്ചരിക്കാൻ പോലും ആർക്കും അവകാശമില്ലെന്ന് പറയുമ്പോൾ നടുങ്ങുക തന്നെ വേണം. നമ്മുടെ മനസ്സ് അവൾ അഞ്ജലി കണ്ടിരിക്കുന്നു, ഈ ലോകം കണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ തലയോർത്തും? നാടകം ഈ സിനിമയുടെ കഥയുടെ കേന്ദ്രത്തിൽ മാത്രമുള്ളതല്ല. സംവിധായകൻ ആനന്ദ് ഏകർഷി ഉൾപ്പെടെ എല്ലാവർക്കും നാടകത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. നാടകത്തിൽ നിന്ന് വന്ന് സിനിമയിൽ ശോഭിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട്. വെറും നാടകമാണെന്ന് മോശം സിനിമകളെ ആക്ഷേപിച്ച് പറയാറുമുണ്ട്. എന്നാൽ ആട്ടം സിനിമയിൽ അഭിനയിച്ചവരും പ്രവർത്തിച്ചവരുമായ എല്ലാവരും നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള കടൽ ദൂരം വിജയകരമായി താണ്ടിയവരാണ്. ഈ സിനിമയുടെ വിജയത്തിൻ്റെ മുഖ്യ ഘടകവും അതുതന്നെയാണ്. അഭിനയിക്കുകയാണെന്ന് തോന്നൽ ഒരിക്കൽ പോലും സൃഷ്ടിക്കാതെ അത്യന്തം സൂക്ഷ്മമായ ചെറുചലനങ്ങൾ പോലും ഒപ്പിയെടുത്താണ് ചിത്രം സംവിധായകൻ യാഥാർത്ഥ്യമാക്കിയത്. ഓരോരുത്തരും ഒരുമിച്ച് പ്രവർത്തിച്ചത്. വിദേശത്തേക്കുള്ള ടൂർ വാഗ്ദാനം നാടക ട്രൂപ്പിലുള്ളവരെ കുറച്ചു നേരത്തേക്കെങ്കിലും സംഘർഷത്തിലാക്കുന്നുണ്ട്. എന്നാൽ ആട്ടം സിനിമയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നതും ഇനി വിദേശത്ത് ലഭിക്കാനിരിക്കുന്നതുമായ അവസരങ്ങൾ വ്യാജ വാഗ്ദാനമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്.
കടൽ കടന്നും വിജയത്തിൻ്റെ കൊടി നാട്ടാൻ ഈ ചിത്രത്തിലൂടെ മലയാളത്തിന് കഴിയും. ആ നാളുകളാണ് വരാനിരിക്കുന്നത്. ആടിത്തിമിർത്തവർ. ജീവിതം എന്ന ആട്ടത്തെ സിനിമയെന്ന മാധ്യമത്തിലൂടെ ഏറ്റവും കലാപരമായി ആവിഷ്കരിച്ചവർ. അവരുടെ വിജയമാണ് ഈ സിനിമ. അവരുടെ ആട്ടം ഒരാളും മിസ്സാക്കരുത്. ആട്ടം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആട്ടം എന്ന സിനിമ നിങ്ങൾ കണ്ടുവോ? കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.